ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഹൂ നോസ് മീ ബെറ്റർ ചാലഞ്ച് ആണ്. അപ്പൊ ഞാൻ എന്റെ കമ്പ്യൂട്ടറിൽ 28 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാം ഞാൻ ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കുവാണ്. സോ ഇവർക്ക് എന്തായാലും കാണാൻ പറ്റത്തില്ല, എനിക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഇവർക്ക് ഇത് പേപ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പം അതിനകത്ത് അവർ എഴുതിയിട്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് അതിന്റെ പോയിന്റ്സ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. തോക്കുന്ന ലാസ്റ്റ് 2 പേര് നമുക്ക് ആക്കാം. ഏറ്റവും ലീസ്റ്റ് പോയിന്റ്സ് ഉള്ള രണ്ട് ആൾക്കാർക്ക് ഇത് ലെമൺ കഴിക്കണം, അതാണ് അവരുടെ പണിഷ്മെന്റ്. സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിഞ്ഞൊന്നും നോക്കല്ലേ, നോക്കല്ലേ. എനിക്ക് പപ്പയെ പേടിയുണ്ട്. ഓക്കെ, എല്ലാരും എഴുതി കഴിയുമ്പോ എന്നോട് പറയണം. ഞാൻ ഇവിടെ ബ്ലാക്ക് കളർ മാറ്റും. കഴിഞ്ഞില്ല, പറ്റത്തുള്ളൂ, രണ്ടെണ്ണം പറ്റത്തില്ല. എഴുതിയാലും അത് അസാധുവായി പോകും. ഒരെണ്ണം വെക്കണം. ഈ 2 ഉത്തരവൊക്കെ എഴുതാൻ നോക്കുന്നു. ഓക്കെ, എല്ലാരും കാണിച്ചോ ഇതിന്റെ ഉത്തരം. സ്പൈസി ചിക്കൻ സാൻഡ്വിച്ച് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ സ്പൈസി ചിക്കൻ സാൻഡ്വിച്ച് തന്നെ സ്പൈസി ചിക്കൻ സാൻഡ്വിച്ച്. ഗൈസ്, എല്ലാവർക്കും തെറ്റാണ്. മൈ ഫേവറേറ്റ് ഫുഡ് ഇസ് ചിക്കൻ ഓവർ. ഞാൻ ഓർത്താണ്, ഞാനത് എഴുതാൻ വന്നതാ. എല്ലാവർക്കും അത് റോങ് കിട്ടി. ഓക്കെ, അപ്പം ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് മൈ ഫേവറേറ്റ് കളർ? എന്റെ ഫേവറേറ്റ് കളർ എന്തോ ഇൻ ജനറൽ ആയിട്ടാണ്, അല്ലാതെ വണ്ടിയുടെയോ ക്ലോത്തിന്റെയോ അങ്ങനെയൊന്നും അല്ല. ഇൻ ജനറൽ ആയിട്ട് എന്റെ ഫേവറേറ്റ് കളർ ഏതാണ്? ചുമ്മാ ഇട്ടു. അവിടെ നിറം മാറി. ചിക്കൻ റൈസ് ഈസി അല്ലായിരുന്നു, പക്ഷെ എനിക്ക് സ്പൈസി ചിക്കൻ സാൻഡ്വിച്ച് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ സെക്കൻഡ് ഫേവറേറ്റ് ഫുഡ് നോക്കി ആർക്കും ഒരിക്കലും സെക്കൻഡ് ഫേവറേറ്റ് ഫുഡ് ചിക്കൻ റൈസ്. എല്ലാവരും എഴുതിയോ? കാണിക്കോ. പിങ്ക്, നോ. ബ്ലൂ, കറക്റ്റ്. യെല്ലോ, പറയാവോ? ബ്ലാക്ക്. ഓക്കെ, സോ ഇവിടെ ബ്ലൂ ആയിരുന്നു, അതെനിക്കറിയാം. അല്ല, അവള് പറഞ്ഞു ജനറലി ആണ്. വണ്ടിക്കൊക്കെ എനിക്ക് ബ്ലാക്ക്. ഓക്കെ, അപ്പം അതുകൊണ്ട് ചേച്ചിക്ക് മാത്രം 1 പോയിന്റ്. പക്ഷെ ചിക്കൻ റൈസ് എനിക്ക് കിട്ടിയേനെ. ഓക്കെ, അപ്പൊ 1 ഞാൻ ഇട്ടിട്ടുണ്ട്. അടുത്തത്, വാട്ട് ഈസ് മൈ ഫേവറേറ്റ് മൂവി? നിങ്ങൾക്ക് ഈസി ആകാൻ വേണ്ടി ഞാൻ ഇംഗ്ലീഷ് മൂവീസ് ഒന്നുമല്ല, ജസ്റ്റ് ഇറ്റ്സ് ഫോക്കസ്ഡ് ഓൺ മലയാളം. അയ്യോ, അത് മലയാളമാണ്, ബട്ട് ഒരു ഹിന്ദു കൂടെ തരാം. ഇറ്റ്സ് ട്രാൻസ്ലേറ്റഡ്. മലയാളം അല്ല അതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്, അത് അവര് ഡബ് ചെയ്ത് മലയാളത്തിലോട്ട് ആക്കിയതാണ്. ഓക്കെ, അതൊരു നല്ല ഹിന്റ് ആണ്. പേരെന്തുവായിരുന്നു? പേരറിയത്തില്ല. എനിക്ക് കിട്ടി. അഭിനയിക്കുന്ന ആൾക്കാര് എനിക്ക് കിട്ടി. പേരെഴുതണോ? പേരറിയത്തില്ല. എന്തോ വേണം? ഞാൻ പറ്റത്തില്ല. ആക്ടർ പറഞ്ഞു ഇപ്പൊ ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സിനിമകളുണ്ട്? എനിക്കറിയാം. റെക്കോർഡിംഗ് നിൽക്കുകയായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട്. ഓക്കെ, റെഡി? ഓക്കെ, പറഞ്ഞു. കൃഷ്ണ, ഓക്കെ. സീതാരാമം. എവിടെ ദുൽഖർ മനസ്സിലായതാണ് സീതാരാമം. പപ്പായ്ക്ക് കൊടുത്തേക്കാം, കാരണം ദുൽഖർ സൽമാൻ പപ്പയ്ക്ക് അത് അറിയായിരുന്നു. സോ ഞാൻ പപ്പായ്ക്ക് പോയിന്റ് കൊടുക്കുക, കാരണം പപ്പായ്ക്ക് അത് എന്തോ വേണം. എനിക്ക് വേണ്ട. സിനിമ അറിയാം, പേരറിയത്തില്ല എന്നേ ഉള്ളൂ. സോ ഡാഡ്, മോം, പൊന്നു. സോ പൊന്നു ആണ് ഇപ്പം ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ ആദ്യത്തെ എനിക്ക് കിട്ടിയേനെ. നീ എന്നെ മിസ്ലീഡ് ചെയ്തതാ. അടുത്തത്, എന്റെ മലയാളത്തിലുള്ള സെലിബ്രിറ്റി ക്രഷ്.
സെലിബ്രിറ്റി ക്രഷ് ആണ്, ക്രഷ്. സോ ഓബിയസ്ലി ക്രഷ് എന്ന് പറയുമ്പോൾ സൗന്ദര്യം വെച്ചാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഒരു ക്ലൂ. സൗന്ദര്യം വെച്ചാണ് ഞാൻ അതെനിക്ക് അറിയാം, നീ സൗന്ദര്യം വെച്ച് നോക്കാറുള്ളൂ. ക്ലൂ ഒന്നും പറയണ്ട. പപ്പ എന്റെ നോക്കാം. ഇപ്പൊ ഇച്ചു പാവം തോറ്റോണ്ടിരിക്കുവാണ്. അവള് മലയാളം മൂവി കാണുന്ന പോലെ എനിക്ക് അറിഞ്ഞൂടാ. തരത്തില്ല. അവള് മലയാളം മൂവി കാണുന്ന പോലെ എനിക്ക് അറിഞ്ഞൂടാ. ക്ലൂ തരാം. കുഞ്ഞിലെ തൊട്ട് അത് മാറിയിട്ടില്ല. കുഞ്ഞിലെ തൊട്ട് സെയിം അത്രേ ഉള്ളൂ. പപ്പ എന്തിനാ എപ്പോഴും ഓരോന്ന് കഴിയുമ്പോ എന്നോട് ചോദിക്കാം എന്തുവാ പപ്പായ മാറ്റിയിരുത്താൻ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. ഒത്തിരി സമയം പറ്റത്തില്ല. എല്ലാരും ഗസ്സാ, എല്ലാവർക്കും കേട്ടോ, മലയാള സെലിബ്രിറ്റി ക്രഷ് ലിയനാർഡോ ഡിക്കാപ്രിയോ. ഒരു പേര് എഴുതി വെക്ക്. ഡൗട്ട് ഉണ്ട്. ഏതൊരു ഒരു പേര് ആ ഒരാളെ എനിക്ക് പറഞ്ഞു. എനിക്ക് രണ്ടു പറഞ്ഞൂടാ. നിനക്ക് രണ്ടെണ്ണം കിട്ടിയല്ലേ, എനിക്കൊന്നുമില്ല. രണ്ടെണ്ണം ഒരാളെ എനിക്ക്. എഴുതിയ പേരിന് ഇതിട്ടേക്കുവാ. സൗന്ദര്യം വെച്ചാ തോന്നുന്നു. സൗന്ദര്യമുള്ള ഒരാളിനെ അങ്ങോട്ട് എഴുത്. ഉണ്ണി മുകുന്ദനാണ് പറഞ്ഞേക്കുന്നത്. പൃഥ്വിരാജ്. ഇത് ദുൽഖർ തന്നെയാ പറഞ്ഞേക്കുന്നത്. ഇത് പിന്നെ കീബോർഡ് റിപ്പീറ്റ് ചെയ്യാൻ പൃഥ്വിരാജ്. സോ ഇത് കിട്ടിയേക്കുന്നത് മമ്മിക്കും പൊന്നിനുമാണ്. പൃഥ്വിരാജാണ് എന്റെ. എനിക്ക് രണ്ടാമത്തെ ഗസ് എന്തുവാണെന്ന് അറിയാം, അല്ലു അർജുൻ. അല്ലു അർജുൻ മലയാളം അല്ല. അല്ലു അർജുന് ചിന്നിന് പണ്ട് തൊട്ടേ ഇഷ്ടം. പക്ഷെ മലയാളം മൂവീസ് ആണ് ഈ പുള്ളിയുടെ കണ്ടിട്ടുള്ളേ. അതാണ്. ഇഷ്ടമായിരുന്നു. ഓക്കെ, I love Allu Arjun. അവള് കൊച്ചിനെ തൊട്ടേ മാറിയിട്ടില്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഡൗട്ട്. എനിക്ക് ദുൽഖർ ഡൗട്ട് ഉണ്ടായിരുന്നു. അല്ലു അർജുൻ ദുൽഖർ ഇപ്പൊ വന്ന ആളല്ലേ? ദുൽഖറല്ല. അല്ല, അത് അപ്പളെ എനിക്ക് ക്ലൂ തന്നപ്പോൾ എനിക്ക് കത്തിയ കൊച്ചിനെ തൊട്ടേ എനിക്ക് He's not my crush. Next question. What is my dream vacation place? എനിക്ക് പോകാൻ അത് പപ്പായ്ക്ക് ഇഷ്ടമുള്ള കുറവാ. പപ്പായ്ക്ക് അറിയാൻ എനിക്ക് ഇഷ്ടം അറിയാം, പക്ഷെ എനിക്ക് ആ സ്ഥലത്തിന്റെ പേര് അറിയത്തില്ല. എനിക്ക് അവിടുത്തെ ആ ഗോപുരം ഒക്കെ അറിയാം. ഞാൻ ആ സ്ഥലം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ആ സ്പെഷ്യൽ എക്സാക്ട് പ്ലേസ് എഴുതിയിട്ടുണ്ട്. എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും. ഞാൻ കൺട്രി എഴുതിയിട്ടുണ്ട്, കോണ്ടിനെന്റ് എഴുതിയിട്ടുണ്ട്, സ്ഥലം എഴുതിയിട്ടുണ്ട്. ഇത് മിക്കവാറും ഇച്ചുനും പൊന്നൂനും മമ്മിക്ക് അറിയാം, പക്ഷെ മമ്മിക്ക് പേര് ചിലപ്പോ ഓർമ്മ കാണത്തില്ല. പേരറിയത്തില്ല. ഗോപുരം വരച്ചു ഗോപുരത്തിന്റെ പേര്, സിറ്റിയുടെ പേര്, ആ കൺട്രിയുടെ പേര്, കോണ്ടിനെന്റിന്റെ പേര് എല്ലാം ഉണ്ട്. ഗോപുരമല്ല അവിടുത്തെ. ഓക്കെ, കാരണം പപ്പായ്ക്ക് ദുൽഖർ കൊടുത്തോണ്ട് മമ്മിക്ക് ഗോപുരം വരച്ച മാർക്ക് തരാം. കാണിക്കാം കേട്ടോ പപ്പയുടെ കഴിവ്. ഗോപുരം വേണമെങ്കിൽ വരയ്ക്കുന്നോ? എഴുതിയോ? എവിടെ ഭയങ്കര എക്സൈറ്റഡ് ആ, കാരണം അറിയാം കിട്ടുന്നത് പോയിന്റ്. ഓക്കെ, കാണിക്കൂ. ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഐഫിൽ ടവർ. കറക്റ്റ്. ഓക്കെ, ഞാൻ അത് കൊടുക്കും, കാരണം പാരീസിലാണല്ലോ ഐഫിൽ ടവർ. എവിടെ ഞാൻ വരച്ചെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കോക്കനട്ട് ട്രീ ആണ് ഗൈസ് വരച്ചു വെച്ചത്. എന്നിട്ട് കേരള. That is not my dream vacation place, obviously, കാരണം ഞാൻ നേരത്തെ പോയിട്ടുണ്ട്. ഓക്കെ, പാരീസ് ഐഫിൽ ടവർ. പാരീസ്, ഫ്രാൻസ്, യൂറോപ്പ്, ഐഫിൽ ടവർ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മാം, പൊന്നു, ഇച്ചു. ഫൈനലി ഇച്ചുവിന് ഒരു പോയിന്റ് കിട്ടിയേക്കുവാണ് ഗൈസ്. പറയുന്ന ആർക്കും ഒരു പോയിന്റേ ഉള്ള രസം. ഓക്കെ, വാട്ട് ഇസ് മൈ ഫേവറേറ്റ് ഹോളിഡേ? ഹോളിഡേ എന്ന് പറയുമ്പോ ഇപ്പൊ എന്ത് വേണേലും ആവാം. ലൈക്ക് നമ്മൾ ഓണം, ക്രിസ്മസ്, ഹാലോവീൻ ഹോളിഡേ അല്ല. അതാണോ ഉദ്ദേശിച്ചത്? ഹാലോവീൻ ഹോളിഡേ അല്ല. സോറി ഗൈസ്. അപ്പൊ എന്ത് വേണേലും ആവാം. പിന്നെ കൂട്ടായി വിറ്റ് പോകുന്നത് അല്ല. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ലൈക്ക് ഇപ്പൊ ഒരു അവധി കിട്ടുമെങ്കിൽ വീട്ടിൽ ഇരിക്കുമ്പോ ഓക്കെ സന്തോഷമാ. ദാറ്റ് ഹോളിഡേ. അങ്ങനെ എനിക്ക് കിട്ടി.
ലൈക്ക് അതിന്റെ ഡ്യൂറേഷൻ ഒന്നും അല്ല, അത്ര ദിവസം അവധി കിട്ടും അതോട്ട് വീട്ടിൽ ഇരിക്കും, അങ്ങനല്ല. ലൈക്ക് ജസ്റ്റ് മൈ ഫേവറേറ്റ് ഹോളിഡേ. മനസ്സിലായി 50 ഡേ ഇത് ഞാൻ പിടിക്കും കേട്ടോ. 50 നോമ്പ്. ഓക്കെ, എല്ലാരും എന്നെ കാണിക്കുക. ഞാൻ ലാസ്റ്റേ പറയുന്നുള്ളൂ ആരാ കറക്റ്റ്. ക്രിസ്മസ്, ക്രിസ്മസ്, എക്സ്മസ്, ക്രിസ്മസ്. എല്ലാവർക്കും ഫൈനലി കിട്ടിയേക്കുവാട് പോയിന്റ്. അത് പക്ഷെ ഈസി ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ, അത് ഭയങ്കര ഈസി ആയിരുന്നു. അത് ഞാൻ എല്ലാവർക്കും കിട്ടാൻ വേണ്ടി. ഓണം ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഓണം ഇവിടെ ഇല്ലല്ലോ അമ്മ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ അത് എല്ലാവർക്കും കിട്ടാൻ വേണ്ടി ഞാനത് മനഃപൂർവ്വം ആ ക്വസ്റ്റൻ ഇട്ടതാ, കാരണം ആർക്കും പൂജ ആവണ്ടെന്ന് വെച്ച്. നമുക്ക് രണ്ടുപേർക്കാ കൂടുതൽ 11 ആയി. ഞാനിവിടെ ചാലിബാർക്കാ ഗൈസ് എടുത്തത്, അതുകൊണ്ട് നിലവരായത്. ഓക്കെ, ഇത് ഞാൻ എന്തോ എഴുതി വെച്ചിരുന്നു എനിക്ക് ഓർമ്മയില്ല. വാട്ട് ഇസ് മൈ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ? ഇതിന് വേണമെങ്കിൽ ഞാൻ ഹിന്റ് വേണോ? വേണ്ട. ഹിന്റ് ആയിരുന്നു കേട്ടെ. സ്ട്രേറ്റ് ഫ്ലേവർ അല്ല. സ്ട്രേറ്റ് ഫ്ലേവർ അല്ല. സ്ട്രേറ്റ് ഫ്ലേവർ എന്ന് വെച്ചാൽ ചോക്ലേറ്റ്, വാനില, സ്ട്രോബെറി അതൊന്നും അല്ല, അങ്ങനത്തെ അല്ല. സ്ട്രേറ്റ് അപ്പ് ആ 4 ഫ്ലേവേഴ്സ് അല്ല, മിക്സ് ആണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു അതിന്റെ ഇപ്പം പേരറിയത്തില്ലെങ്കിൽ അതിന്റെ ഒരു ഓവറോൾ ഒരു പടം വരച്ചാൽ മതി. എല്ലാ ഐസ്ക്രീം അതുപോലെ ആയിരിക്കുമല്ലോ ഇരിക്കുന്നത്. റോക്കി റോഡ് പടം വരച്ച് കാണിക്കണേ എങ്ങനെ? ഇതൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇതൊന്നും കിട്ടാതെ അതിൽ ഒരെണ്ണം ആണ് പകുതി മാർക്ക് കിട്ടും. ഓക്കെ കാണിച്ചോ. കുക്കീസ് ആൻഡ് ക്രീം. കുക്കീസ് ആൻഡ് ക്രീം എവിടെ എനിക്ക് പോയിന്റ് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം വാനില / ചോക്ലേറ്റ്. അതെനിക്കൊന്ന് പപ്പ ഉദ്ദേശിച്ച വാനിലയിൽ ചോക്ലേറ്റ് കിടക്കുന്നത്, അത് ഉദ്ദേശിച്ച. പക്ഷെ ഞാൻ പോയിന്റ് കൊടുക്കുന്നില്ല. കുക്കീസ് ആൻഡ് ക്രീം എല്ലാവർക്കും കറക്റ്റ് ആണ് കിട്ടിയേക്കുന്നത് എക്സെപ്റ്റ് പപ്പ. സോ അയ്യോ ഞാൻ പപ്പയെ ഓവർടേക്ക് ചെയ്തു. ഓക്കെ, മൂന്നും പപ്പയ്ക്ക് 11. ഓക്കെ, ഇപ്പൊ ലീഡിങ് ഓബിയസ്ലി പൊന്നുവാണ്. സോ ഇത് ഞാൻ ജസ്റ്റ് ബ്ലാക്ക് കളർ മാറ്റാൻ പോവാ. ചിക്കൻ റൈസും കിട്ടിയ ബ്ലാക്ക് കളർ മാറ്റാൻ പോയി ഇന്നത്തെ. എന്റെ ഫേവറേറ്റ്, ഇത് ഗസ് ചെയ്യാൻ ഇച്ചുവിന് എന്തായാലും പറ്റത്തില്ല. എന്റെ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് ടോയുടെ പേര് എന്തുവായിരുന്നു? പേരുണ്ട് അതിന്. എനിക്കറിയാവുന്ന ഒരു പേര്. എനിക്കറിയാവുന്ന ഒരു പേര് ഞാൻ പറയാം. കറക്റ്റ് എനിക്കറിയാവുന്ന ഒരു പേര്, ഇവർ പറഞ്ഞ സ്റ്റോറി വെച്ച് അറിയാവുന്ന ഒരു പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവര് എനിക്കറിയാം, ഞാൻ മറന്നു പോയായിരുന്നു. പക്ഷെ ഇവര് ഇങ്ങോട്ട് പറഞ്ഞു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് പറഞ്ഞപ്പോ എനിക്ക് ആ പേര് കിട്ടി. എന്നാ എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ സാധനം മനസ്സിലായി, പക്ഷെ എനിക്ക് എന്റെ പേര് കിട്ടുന്നില്ല. എന്നാ എനിക്ക് തെറ്റി. ഞാനൊരു കാര്യം കിട്ടും, ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ എഴുതി മതി. ഉടുപ്പിന്റെ കളറോ ഇതോ എന്തേലും. പപ്പ പറഞ്ഞു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു പറഞ്ഞു, അത് സത്യമാണ്. ഇപ്പൊ ഇവിടെ ഞാൻ അതിനൊരു പേരങ്ങ് ഇടുക. ഇപ്പൊ ഇല്ല. ഇല്ല, അത് എവിടെ പോയെന്ന് എനിക്കും അറിയത്തില്ല. അത് ആപ്പോ കൊടുത്തതാന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ അതിനൊരു പേരങ്ങ് ഇട്ടു. ഞാൻ ആ കഥ കേട്ടിട്ടില്ല. പക്ഷെ മോനൊരു പേരങ്ങ് ഇട്ടാ മതി. ഞാൻ ഓർമ്മ ഇട്ടു. എനിക്കറിയാവുന്ന ഒരു കഥ ആണോ? അതിന് മാർഗമുണ്ട്. പക്ഷെ ഒരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞാലും തരാം, കാരണം എനിക്ക് തന്നെ പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇഷ്യൂ കാണിച്ചോ. ഗോൾഡി. ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് ട്രൂ, കാരണം എനിക്ക് ഗോൾഡി ഇഷ്ടമായിരുന്നു. സെക്കൻഡ് ഫേവറേറ്റ് ഗോൾഡി ആണ്. എന്തോ ഡോൾ വിത്ത് ഓറഞ്ച് ഡ്രസ് ആദ്യം എഴുതിയേ, പിന്നെ എനിക്ക് പേര് കിട്ടി ജോജോ. ഓക്കെ, അത് ഓറഞ്ച് ഡ്രസ് കറക്റ്റ് ആണ്. ചിങ്കി പിങ്കി. ഞാൻ അറ്റ്ലീസ്റ്റ് തോട്ട്ഫുൾ ആയിരുന്നു. ഇതെന്ത് സാധനം ഇത്? ടിങ്കിപ്പൊങ്കി. ടിങ്കിപ്പൊങ്കിന്ന് അങ്ങനെയായിരുന്നു എന്നെ വിളിച്ചോണ്ടിരുന്നത്. നീ അതിന്റെ പേര് എന്റെ പാവയുടെ ഡ്രസ്സിൽ തന്നെ പേര് ജോജോ. അത് യെല്ലോ ഡ്രസ് അത് പറ്റത്തില്ല. പപ്പ പറഞ്ഞു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാവയാണ്. അപ്പൊ എനിക്ക് അറിയത്തില്ല എന്തോ വേണം. 1/2 മാർക്ക്. 1/2 മാർക്ക്. അത് ഞാൻ ഇപ്പൊ എങ്ങനെ ഇടുന്നത്?
മാർക്ക് ഇടാൻ പറ്റും. ഓക്കെ കൊടുത്തേക്കാം പപ്പായ്ക്ക് കൊടുത്തേക്കാം കൊടുത്തേക്കാം. കാരണം പപ്പായ്ക്ക് ഉദ്ദേശം പപ്പ മനസ്സിലായി. പറഞ്ഞുകൊണ്ടാണ് ഞാൻ മമ്മിക്ക് ആൻസർ മനസ്സിലായി. എഴുതി അപ്പൊ കൊടുത്തേക്കാം. ഓക്കെ, പപ്പായ്ക്ക് ഒരെണ്ണം, കാണിച്ചില്ലല്ലോ. പപ്പായ്ക്ക് ഒരെണ്ണം, മമ്മിക്ക് ഒരെണ്ണം, പൊന്നുന് ഒരെണ്ണം. ഇച്ചു. നാരങ്ങാണോ? പപ്പായ ഇച്ചോ കൂടെ ഭയങ്കര ടൈ ആണ്. ബെസ്റ്റ് ഇതൊക്കെ ഞാൻ നോക്കും കേട്ടോ. ഞാനത് ഇവർക്കും കൂടെ കിട്ടാൻ വേണ്ടി